അവൻ ശില്പം തീർക്കുമ്പോഴേക്കും എന്റെ ഗതി അധോഗതിയാകും. സമ്മതിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണുവിനെ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്താ ഒരു വഴി? ആര്? പാസ്തരത്തിന്റെ ഒച്ച. രക്ഷിക്കണേ! മുത്തശ്ശി, ഇതെന്തൊരു നാടം? മൊത്തം ഇരുട്ടാണല്ലോ. ഇവിടെ ആൾതാമസമൊന്നും ഇല്ലേ? എനിക്ക് പേടിയാവുന്നു. എന്താ ചായക്കട വന്ന് ആരെങ്കിലും ഐസ്ക്രീം ചോദിക്കോ? വിവരമില്ലാത്ത കിളവി, ഒരു ചായ എടുക്ക്. അമ്മേ, എന്റെ ശരീരം കുറക്കാൻ വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൽ തന്നെ ജീവിച്ചാ മതി. വിശന്നിട്ടാണ് കണ്ണും കാണുന്നില്ല. ഒരു ബെണ്ണ് തിന്നാം. മുത്തശ്ശി, ഈ ബെണ്ണിന് എത്രയാ? 50 പൈസ. കൊള്ളാലോ. ഞങ്ങളുടെ നാട്ടില് 2 രൂപയാ. കള്ളന്മാര്. ഇവിടെ അങ്ങനെയാ. മുത്തശ്ശി, ബണ്ണ് കഴിച്ച പോലെ തോന്നുന്നില്ലല്ലോ. ഇവിടെ അങ്ങനെയാ. ശരി ശരി, ചായ എടുക്ക്. കൊറേ നേരമായല്ലോ ആറ്റാ തുടങ്ങിട്ട്. മുത്തശ്ശി, ചായ കുടിച്ച പോലെ തോന്നുന്നില്ല. ഇവിടെ അങ്ങനെയാ. എന്താ എന്ത് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ എങ്ങനെയെന്ന് പറയുന്നേ? ഇവിടെ അതിന് മാത്രം എന്താ ഉള്ളത്? ഇവിടെ അങ്ങനെയാ. അല്ല മുത്തശ്ശി, ആൾ സഞ്ചാരം ഇല്ലാത്ത സമയത്ത് കട തുറന്നു വെച്ചിരിക്കുന്നല്ലോ. കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? പോയ ആൾക്കാർ വരും. പോയവര് വരുന്നോ? ഓഹോ, ജോലിക്ക് പോയവരെ തിരിച്ചു വരുമെന്ന്. ശരി, എത്രയായി? ചായ 1 രൂപ, ബന്ന് 50 പൈസ. എന്താ ചായക്ക് 1 രൂപയോ? ഇനി ചായ കൂടി ഇവിടുന്ന് തന്നെ. ശരി, ചായയുടെ 1 രൂപയും ബെണ്ണിന്റെ 50 പൈസയും. ഇന്ന് 5 രൂപയുണ്ട്. ബാക്കി 3.5 രൂപ ടിപ്സ് ആയിട്ട് എടുത്തോ. എന്തിന്? എന്ത് കഴിച്ചാലും ടിപ്സ് കൊടുക്കുന്ന പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിലുള്ളതാ. അതുകൊണ്ടാ തന്നത്. വരട്ടെ. ഒരു വിവരമില്ലാത്ത കിഴവി. ഈ നാട് വളരെ വ്യത്യസ്തമാണല്ലോ. ആദ്യം വിഷ്ണുവിനെ കൊണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എടാ മഹാഭാവി, വിശപ്പിന്റെ ആർത്തി മൂത്തപ്പോ വിഷ്ണുവിനെ മറന്നുപോയി. അവനും കൂടി വേണ്ടിയല്ലേ ചായ വീണ്ടും വാങ്ങാൻ വന്നേ. ശരി, വിശന്നപ്പോ മറന്നതല്ലോ, പേടിച്ചപ്പോ മറന്നു പോയതല്ലേ. സാരമില്ല, അവനും കൂടി ചായ വീണ്ടും വാങ്ങിട്ട് പോയേക്കാം. മുത്തശ്ശി, 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 കട കാണുന്നില്ലല്ലോ. മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, എന്താ ഇത് ശ്മശാനാണോ? മുത്തശ്ശി, ചായ കുടിക്കാൻ ശ്മശാനത്തിനാണല്ലോ വന്നത്. അയ്യോ, ഇതെല്ലാം കള്ളത്തിനായിരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാനിത് എന്ത് ചെയ്യും? എങ്ങോട്ട് പോകുക? അയ്യോ, 5 രൂപ, 5 രൂപ, ഞാൻ കൊടുത്ത 5 രൂപ. അയ്യോ മുത്തശ്ശി, 5 കാശെടുത്തതിനെ കൊന്നാളെ ഞാൻ. ഇവിടെ അങ്ങനെയാണ്. പേടിക്കണ്ട, പേടിക്കണ്ടടാ. അവിടെ എന്തിനാ പോയെ? ഒരു മുത്തശ്ശി. അവിടെ എന്തിനാ പോയെ? ശ്മശാനായിരുന്നില്ലേ? ശരി, എന്നാ പുറത്തേക്ക് പോകല്ലോ. ഞാൻ കാണിച്ചുതരാം. വേണ്ട മുത്തശ്ശി, വേണ്ട. ഞാൻ അവിടെ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിരുന്നു. അത് പ്രേതാ മുത്തശ്ശി. എനിക്ക് പേടിയാകുന്നു. ഞാൻ എവിടുന്ന വന്നെന്ന് പോലും അറിയില്ല. പേടി പോവാൻ ഞാനൊരു പാട്ട് പാടട്ടെ. അനുരാഗവിലോചിതരായി അതിലേറെ മോചിതരായി പടിമേലെ. മുത്തശ്ശി, ഞാൻ പാടിയത് നന്നായിട്ടുണ്ടെങ്കിൽ എന്നെ പ്രശംസിക്കും മുത്തശ്ശി. മുത്തശ്ശി, എന്തെങ്കിലും പറ മുത്തശ്ശി. മുത്തശ്ശി, 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 ഇവിടെ മൊത്തം പ്രേതാണ്. അനിയ, നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ശരി, നോക്കിക്കോ. ഇങ്ങോട്ട് വാ. നമസ്കാരം മുതലാളി. അനിയ, നമസ്കാരം. മുതലാളിയാണ് ഈ അമ്പലത്തിന്റെ മേലധികാരി. നമസ്കാരം.
എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. ശരി അനിയ. മുമ്പിലോട്ട് പോന്നേ. അച്ഛാ, ഇത്രയും കാലം മുടങ്ങിക്കിടന്ന വിഗ്രഹത്തിന്റെ പണി ഇന്ന് തുടങ്ങാൻ പോലെ പണത്തിന് പകരം സ്വർണം വെച്ചൂടെ? ഇതാ അച്ഛാ, ഇതതില് വെച്ചോളൂ. നീ തന്നെ വെക്കുമോളെ. മുതലാളി, മോതിരം കാണുന്നില്ല. എന്താണോ പറയുന്നത്? ആരെടുക്കാനാ? നന്നായിട്ട് നോക്ക്. എടോ, താഴെ എവിടെങ്കിലും ഉണ്ടോ നോക്കിയേ. നിക്കു സാറേ, നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കണം മോതിരം എടുത്തത്. കോൺസ്റ്റബിൾ, എല്ലാരും ചെക്ക് ചെയ്യൂ. എന്റെ അമ്മയും ചെക്ക് ചെയ്യോ? ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ച എല്ലാരും ചെക്ക് ചെയ്തേ പറ്റൂ. ഹലോ ഇൻസ്പെക്ടർ. ഇത് നിങ്ങൾ ചെയ്യല്ല ഇൻസ്പെക്ടർ, മറ്റാരോ പറഞ്ഞിട്ട് ചെയ്യാ നിങ്ങള്. ഇവിടെ ആരും ആരുടെ വാക്കും കേട്ടിട്ടില്ല. നീ ഒന്നും മിണ്ടാതിരിക്കെ. നിന്നെ കുറിച്ച് എനിക്ക് അറിയില്ലെന്നുണ്ടോ? അതെ, നിങ്ങൾ എന്റെ അമ്മയെ എതിർത്ത് സംസാരിക്കാനായോ? രാജേശ്വരി, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്ക്. ദൈവകാര്യമാണ്, തടസ്സം ഇല്ലാതെ നടക്കണം. ആരെങ്കിലും മോതിരം എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് കൊടുത്തേക്ക്, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണ്ടി വരും. നമുക്ക് അന്വേഷിക്കാം ഇൻസ്പെക്ടർ, ധൃതി വെക്കണ്ട. കാണാതെ പോയ മോതിരല്ലേ, ഞാൻ കണ്ടുപിടിച്ചുതരാം. കുഞ്ഞെ, മഞ്ഞളെടുക്കൂ, വെള്ളം തരൂ. ഇതവിടെ വെച്ചോളൂ. അടുത്തൊരു കുടം വെക്കൂ. സർ, ആ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ആ കുടത്തിലുള്ള വെള്ളത്തിലൊന്ന് കലക്കാൻ പറയൂ. കാണാതായ മോതിരം എന്തായാലും കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ എന്നെയും വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. രക്ഷപ്പെട്ടു. മുതലാളി, മോതിരം കിട്ടി. ദൈവമേ, കിട്ടിയല്ലോ. നിങ്ങൾ ചെയ്ത കാര്യം കൊണ്ട് മോതിരം കിട്ടി. എങ്കിലും ഒരു കള്ളനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇല്ല സർ, അവന് നന്നാവാൻ വേണ്ടി ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുത്തതാ. തെറ്റാണ് അനിയ. സർ, മോതിരം നിങ്ങൾ കണ്ടുപിടിച്ചേക്കാം, കട്ടവന് ഒരു പക്ഷേ ശിക്ഷയും കൊടുത്തേക്കാം. ആരുടെയും മനസ്സ് വേദനിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ. ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ച് എനിക്ക് ശില്പം ഉണ്ടാക്കണ്ട. എടാ, പൂജ നടക്കില്ലെന്നല്ലേ പറഞ്ഞത്? മോതിരം വെക്കണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇൻസ്പെക്ടർ എന്നെ പിടിക്കുമെന്ന് പേടിച്ച ഞാൻ അതിലിട്ടത്. നിന്നെയൊക്കെ എന്നെ അവൻ തോൽപ്പിച്ചു കളഞ്ഞത്. ഇനി അവൻ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് നിങ്ങൾ കാണുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. നിങ്ങൾ കാഴ്ചയിൽ എങ്ങാണെങ്കിലും നിങ്ങളൊരു ശില്പിയാണെന്ന് പറയുമ്പോ അത്ഭുതമായിരിക്കുന്നു. എന്താ, ജീൻസും പാൻറ്റും ഇട്ടാ ശില്പിയാവാൻ പാടില്ലെന്നുണ്ടോ? ചെയ്യുന്ന ജോലിക്ക് മുടുക്കുന്ന വേഷത്തിന് ഒരു ബന്ധവുമില്ല. അതിരിക്കട്ടെ, എന്നെ കാണാവന്നേ. എന്റെ വാച്ച് ഇതെങ്ങനെ കിട്ടി? മധുരയിൽ വെച്ച് ഒരു മുത്തശ്ശി കുളത്തിൽ വീണപ്പോ രക്ഷിച്ചില്ലേ, അപ്പൊ എന്റെ അടുത്ത വാച്ച് അഴിച്ചു തന്നത്. ഓ, അങ്ങനെയാണോ? വളരെ താങ്ക്സ്. നിങ്ങൾക്ക് വലിയ മനസ്സുണ്ട് കേട്ടോ. ഹലോ, ആ വാച്ചിലേക്ക് ഒന്ന് നോക്കൂ. 2 സൂചിയും ഒരേ സ്ഥലത്തായിരിക്കും. കുറച്ച് സമയത്തിൽ അത് രണ്ട് അകന്നോളും. എന്താ കവിത മോളെ, ഞാൻ ആരാണെന്ന് പറയും നോക്കട്ടെ. കഴുതയുടെ സ്വരം കണ്ടാലേ അറിയുള്ളൂ, കേട്ട തന്നെ മനസ്സിലാവും. കൈയെടുക്ക്. 24 മണിക്കൂറും നിന്നെ മാത്രം ഓർത്തുകൊണ്ട് നടക്കുന്ന എന്നെ മറന്നിട്ട് ഉളിയും ചുറ്റിയുമായി നടക്കുന്ന അവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം? അതൊന്നും തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. വഴിന്ന് മാറ്. എനിക്കൊരു ജീവിതം എന്താ, എനിക്ക് ജീവിക്കണം. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ പണി ഇത് തന്നെയല്ലേ. ഞാൻ ഈ നാട്ടിലെ പ്രമാണിയാ. പ്രമാണി എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയായിരിക്കണം? പളപളാന്നുള്ള ഡ്രസ്സ് ഇട്ട് കഴുത്തിലും കയ്യിലും സ്വർണ്ണമൊക്കെ ഇട്ട് കൊച്ചു പെമ്പിള്ളേരെ കമന്റ് അടിക്കാനും അവര് ചെരുപ്പോണ്ട് അടിച്ച വാങ്ങിച്ചിട്ട് വരാനും കാര്യം കഴിഞ്ഞ വലിച്ചെറിയാനും വളയാത്തവളെ വളയ്ക്കുന്നതും മുറപ്പെണ്ണിനോടൊപ്പം. അല്ല, അത് കൂടെ കൊഞ്ചിക്കൊഴയുന്നതിന്റെ കാര്യ പറഞ്ഞത്. തന്നോട് കൊഞ്ചാൻ താൻ എന്റെ ആരാ? മിണ്ടാതെ പോകുന്നുണ്ടോ അതോ മോന്ത കിട്ടുന്ന തരണോ? എന്റെ മോന്ത അടിച്ചു പൊട്ടിക്കാൻ വിചാരിക്കണ്ട. കാരണം ഞാനാ നിനക്ക് ജീവിതം തരാൻ പോകുന്നത്. അതെ, അമ്മയുടെ വീട്ടിൽ നിന്ന് എന്താ കറി? നല്ല വെരാല് കറിയില് വിഷം ഇട്ട് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വരുന്നോ? നീ വിഷം കലർത്തി തന്നാലും ഞാനത് പായസം പോലെ കുടിച്ച് സന്തോഷായിട്ട് മേലോട്ട് പോകും. എന്താ വിചാരിച്ച എന്നെ കുറിച്ച്? അല്ല പിന്നെ ആരോടാ കളി? രണ്ടും നല്ല കൂർക്കം വലിച്ച് ഉറങ്ങാ. ഓ, എനിക്ക് കിട്ടിയ 2 എണ്ണം. അല്ല ചേട്ടാ, ടിഫിൻ കാരിയറായിട്ട് എങ്ങോട്ടാ പോണേ? നമ്മുടെ അമ്പലത്തിലെ ചില പൂർത്തിയാക്കാൻ ഒരു കൊച്ചൻ വന്നിട്ടില്ലേ, ആ കൊച്ചിന് ഭക്ഷണം കൊണ്ടുപോവാ. അത് ഞാൻ കൊണ്ടേ കൊടുത്തോളാം. ചേട്ടൻ വീട്ടിൽ പോയിക്കോ. ആ കാരിയർ ഇങ്ങി മോളെ 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 മോള് തന്നെ പോയിക്കോ, വണ്ടി തന്നെ കൊണ്ടുപോയിക്കോ. അമ്പലം അടുത്ത് തന്നെയല്ലേ, ഞാൻ നടന്നു തന്നെ പോയിക്കോ.
കണ്ണ് തിരുമല മുറിവ് പറ്റും. അനങ്ങളെ ഞാൻ എടുത്തു തരാം. ആ ശില്പം കണ്ണു തുറന്നാ എന്റെ കണ്ണ് നഷ്ടപ്പെട്ടതുപോലെയാ. അവനെ കൊന്നുകളയോ അവനെ ഇവിടെ ഓടിക്കോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നീ എത്ര ആൾക്കാരെ വേണേലും കൂട്ടിക്കോ, പക്ഷെ ആ ശില്പം കണ്ണു തുറക്കരുത്. ശരി പോ. കൊച്ചമ്മേ.